ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഏറ്റവും ഒടുവിൽ പടിയിറങ്ങിയ താരം അത് ബിജോയ് വർഗീസ് ആണ്. മലയാളി താരമായ ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് റദ്ദാക്കി അദ്ദേഹം ഇപ്പോൾ ഇന്റർ കാശിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വിടവാങ്ങൽ സന്ദേശം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. എല്ലാവരോടും നന്ദി പറഞ്ഞിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആത്മാവ് അത് ഈ ആരാധകരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആദ്യം അദ്ദേഹത്തിൻ്റെ കുറിപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള എൻ്റെ യാത്രക്ക് അന്ത്യമായിരിക്കുന്നു. എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള കടപ്പാട് അറിയിക്കുന്നു. റിസർവ് ടീമിൽ ജോയിൻ ചെയ്തത് മുതൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിന് വേണ്ടി കളിക്കളത്തിലേക്ക് എത്തിയത് വരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രതിനിധീകരിക്കുന്ന എല്ലാ ഓർമ്മകളും മറക്കാനാവാത്തതാണ്. ഈ യാത്രയിൽ എന്നെ പിന്തുണച്ച പരിശീലകരോടും സഹതാരങ്ങളോടും മാനേജ്മെൻറ്റിനോടും ഞാൻ നന്ദി പറയുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിൻ്റെ ആത്മാവ് അത് ആരാധകരാണ്. എൻ്റെ കരുത്തും അഭിമാനവും നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടി കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു ബഹുമതിയാണ്. എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നിങ്ങൾക്കുണ്ടായിരിക്കും. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇതാണ് ഇപ്പോൾ ബിജോയ് വർഗീസ് തൻ്റെ വിടവാങ്ങൽ സന്ദേശമായിക്കൊണ്ട് പങ്കുവച്ചിട്ടുള്ളത്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പ്രമുഖരായ താരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അലക്സാണ്ട്രെ കോയഫ്, അതുപോലെ തന്നെ ആൽവരോ വാസ്കസ് എന്നിവരൊക്കെ ഇതിൽ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്റർ കാശിയിൽ ജോയിൻ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റ് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിലും ഇപ്പോൾ ചില പ്രമുഖരെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരവും അതുപോലെ തന്നെ ബംഗളൂരു FC താരവുമായ ജോർഹെ പെരേര ഡയസ് അതിൽ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരമായിരുന്ന സിപ്പോവിച്ചും അവിടെ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ബിജോയ് വർഗീസ് കൂടി കളം വിട്ടതോടുകൂടി ഇന്ത്യൻ സെൻറ്റർ ബാക്കുമാർ ക്ലബിനകത്ത് വളരെ കുറവാണ്. ഹോർമിക്കൊക്കെ ഒരു കൃത്യമായ ബാക്കപ്പ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ തോമസ് ചെറിയാനെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രൊമോട്ട് ചെയ്തേക്കും എന്നുള്ള റൂമറുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് പുറത്തേക്ക് വന്നിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.